ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ കണ്ടത്? ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ് ബ്രേക്കപ്പ് ചെയ്ത് അതിൽ നിന്ന് എനർജി റിലീസ് ചെയ്തെന്നാണ് കണ്ടത്. ഇന്ന് നമ്മൾ കാണുന്ന ഏതാണ്? സിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്, അതായത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അത് ഓക്സിഡേഷൻ ആയിരുന്നു, ഇത് സിന്തസിസ് ആയിരുന്നു. അപ്പോൾ നോക്കി, സിന്തസിസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ഇത് ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സ്. അപ്പോൾ ഇതാണ് ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സ്. ഇതെന്താണ്? ഒരു ഡൈമറാണ്. ഇതൊരു മോണോമർ, ഇതൊരു മോണോമർ. ഇത് ഫങ്ഷണൽ ഡിവിഷൻ, ഇത് സബ് യൂണിറ്റ് ഡിവിഷൻ. ഈ രണ്ട് ഡൈമർ കൂടുന്നതാണ് എന്ത്? ഒരു ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് 7 എൻസൈംസ് ആണ് വരുന്നത്. കീറ്റോ അസൈൽ സിന്തേസ്, അസറ്റൈൽ ട്രാൻസ്അസൈലേസ്, മലോണിയൽ ട്രാൻസ്അസൈലേസ്, ഹൈഡ്രറ്റേസ്, ഈനോൾ റിഡക്റ്റേസ്, കീറ്റോ അസൈൽ റിഡക്റ്റേസ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് തയോഎസ്റ്ററേസ്. ഓക്കെ, അങ്ങനെ 7 എൻസൈംസ് ആണ് വരുന്നത്. ഇതിൻ്റെ അത് നോക്കിക്കേ, ACP എന്ന് പറഞ്ഞാൽ അസൈൽ കാരിയർ പ്രോട്ടീൻ. അതിൻ്റെ അകത്ത് 4-ഫോസ്ഫോപാൻറ്റിത്തീൻ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ സൾഫൈഡ്രൽ ഗ്രൂപ്പ്, അതായത് SH ഗ്രൂപ്പും അതുപോലെ തന്നെ കീറ്റോ അസൈൽ സിന്തേസ് അതിൻ്റെ SH ഗ്രൂപ്പും അത് തമ്മിലാണ് അത് തമ്മിലുള്ള ബോണ്ട് വഴിയാണ് ഈ രണ്ട് മോണോമറിനെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി എൻസൈം കോംപ്ലക്സ് ആണ്. ഇതിൻ്റെ അകത്ത് എന്താണ്? ഡൈമറാണ്. ഇതൊരു മോണോമർ, ഇതൊരു മോണോമർ. ഇതിൻ്റെ അകത്ത് 7 എൻസൈംസ് വരും. അതിൻ്റെ അകത്ത് ACP എന്ന് പറഞ്ഞാൽ അസൈൽ കാരിയർ പ്രോട്ടീൻ, അതിൻ്റെ ഫോസ്ഫോപാൻറ്റിത്തീനിലെ ഗ്രൂപ്പിലെ SH ഗ്രൂപ്പും ഈ കീറ്റോ അസൈൽ സിന്തേസ് അടുത്ത മോണോമറിലെ കീറ്റോ അസൈൽ സിന്തേസിൻ്റെ SH ഗ്രൂപ്പും കൂടി തമ്മിലാണ് കമ്പൈൻ ചെയ്ത് ഇതൊരു ഡൈമറായിട്ട് ഇരിക്കുന്നത്. കണ്ടോ ഇവിടെ? അതെ, കണ്ടോ ഇവിടെ ACPയുടെ 4-ഫോസ്ഫോപാൻറ്റിത്തീൻ SH ഗ്രൂപ്പും ഇവിടെ കീറ്റോ അസൈൽ സിന്തേസിൻ്റെ 16 ഗ്രൂപ്പിലെ SH ഗ്രൂപ്പും കൂടി കമ്പൈൻ ചെയ്താണ് ഇതൊരു ഡൈമറായിട്ടിരിക്കുന്നത്. ഇതാണ് മെയിനായിട്ട് എന്ത്? ഫാറ്റി ആസിഡ് സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നത്, ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, അതിൻ്റെ റിയാക്ഷൻസ് നമ്മൾ നോക്കാം. അത് ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ്റെ നേരെ റിവേഴ്സ് കണ്ടീഷനാണ് ഇത് ഫാറ്റി ആസിഡ് സിന്തേസ് അല്ലെങ്കിൽ സിന്തസിസ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് അസറ്റൈൽ കോയെ. ഈ അസറ്റൈൽ കോയെ എന്താണ്? ഇതാണ് ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സ്. ആ ഫുൾ കോംപ്ലക്സിനെ, അതായത് ഫുൾ ആ ഡൈമർ യൂണിറ്റിനെ നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇത്രയും ഷോർട്ടായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൾട്ടി എൻസൈം കോംപ്ലക്സും അസറ്റൈൽ കോയയും കൂടി കമ്പൈൻ ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് അസറ്റൈൽ ട്രാൻസ്അസൈലേസ്. ഓക്കെ, അപ്പോൾ ഒരു കോയെ പോവും. അതിൻ്റെ ഒപ്പം തന്നെ ഈ അസറ്റൈൽ കോയെ കാർബോക്സിലേസ്, അതായത് ഒരു CO2 കൂടി ആഡ് ചെയ്ത് മലോണിയൽ കോയ ഉണ്ടാവും. ഈ മലോണിയൽ ട്രാൻസ്അസൈലേസ് എന്ന് പറഞ്ഞ ഈ റിയാക്ഷൻ വഴി, അതായത് ഈ അസറ്റൈൽ കോയയും ഈ മലോണിയൽ കോയയും കൂടി കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യും? അസൈൽ മലോണിയൽ എൻസൈം. ഓക്കെ, അതായത് ആദ്യം അസറ്റൈൽ കോയെ ഈ മൾട്ടിപ്പിൾ എൻസൈം കോംപ്ലക്സുമായിട്ട് കമ്പൈൻ ചെയ്ത് അസൈൽ ട്രാൻസ്ലേസ് ആയിട്ട്, ഇൻ പ്രസൻസ് ഓഫ് അസൈൽ ട്രാൻസ്ലേസ് അസറ്റൈൽ കോയെ ഈ മൾട്ടിപ്പിൾ എൻസൈം കോംപ്ലക്സുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ എന്താണ്? അസറ്റൈൽ കോയെ മലോണിയൽ കോയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇൻ പ്രസൻസ് ഓഫ് എൻസൈം അസറ്റൈൽ കോയെ കാർബോക്സിലേസ് ഒരു CO2 ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ മലോണിയൽ കോയയിൽ നിന്ന് മലോണിയൽ ട്രാൻസ്അസൈലേസും അതുപോലെ തന്നെ ഈ അസറ്റൈൽ കോയ, അതായത് ഈ അസറ്റൈൽ ട്രാൻസ്അസൈലേസും മലോണിയൽ ട്രാൻസ്അസൈലേസും ഈ രണ്ടിൻ്റെ ആക്ഷൻ വഴി ഈ അസറ്റൈൽ കോയയും മലോണിയൽ കോയയും കൂടി പിന്നെ ഈ എൻസൈമും കൂടി കമ്പൈൻ ചെയ്ത് എന്താണ്? അസൈൽ മലോണിയൽ എൻസൈം ഫോം ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് റിയാക്ഷൻ. അടുത്തത് നോക്കിയേ, നമ്മൾ അവിടെ പഠിച്ചത് എങ്ങനെയായിരുന്നു? അടുത്തത് നോക്കിയേ, ഇതിൽ നിന്ന് കീറ്റോ അസൈൽ സിന്തേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ പ്രസൻസിൽ ഒരു CO2 പോകും. എന്താവുന്നു? 3 കീറ്റോ അസൈൽ എൻസൈം. ഓക്കെ, അതായത് ഇവിടുത്തെ CO2 പോയിട്ട് ഇവിടെ ഒരു റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഇതിവിടെ ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെൻറ്റ് മാത്രമേ നടക്കുന്നുള്ളൂ. ഒരു CO2 പോകുന്നുണ്ട്, പിന്നെ എന്താണ്? ഇത് താഴത്തേക്ക് വന്നിട്ട് ഒരു റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ട് എന്ത് ചെയ്യുന്നു? 3 കീറ്റോ അസൈൽ എൻസൈം ഫോം ചെയ്യുന്നു. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തത് 3 കീറ്റോ അസൈൽ റിഡക്റ്റേസ്. അപ്പോൾ നമ്മൾ അവിടെ കണ്ടത് ഫാറ്റി ആസിഡ് ഓക്സിഡേഷനിൽ കണ്ടത് എങ്ങനെയാണ്? ഡീഹൈഡ്രോജിനേസ്, ഹൈഡ്രേഷൻ, ഡീഹൈഡ്രോജിനേസ്, തയോലേസ്, അങ്ങനെ ഒരു റിയാക്ഷൻ അല്ലേ? ഇവിടെ എന്താണ്? നേരെ തിരിച്ച്. റിഡക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീഹൈഡ്രോജിനേസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഡീഹൈഡ്രോജിനേസ് ഹൈഡ്രജൻ റിമൂവ് ചെയ്യുകയാണെങ്കിൽ റിഡക്റ്റേഴ്സ് എന്തായിരിക്കും? ഹൈഡ്രജൻ ആഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, കീറ്റോ അസൈൽ എൻസൈമിലേക്ക് 3 കീറ്റോ അസൈൽ റിഡക്റ്റേഴ്സ്, അതായത് 2 ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്തു. കണ്ടോ, ഇവിടെ C ഡബിൾ ബോണ്ടോ, ഇവിടെ COH ആയി. അതുപോലെ തന്നെ ഇവിടെ വേറെ 2 ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്ത്. കണ്ടോ, ഇവിടെ C ഡബിൾ ബോണ്ടോയോ ആയിരുന്നത് CHOH ആയി. ഓക്കെ, അതാണ് എന്ത്? 3 ഹൈഡ്രോക്സി അസൈൽ എൻസൈം. അപ്പോൾ എന്തായി? NADPH++H+ ആയി. ഓക്കെ, ക്ലിയർ ആയോ? ഇത് ഇങ്ങനെ ഇപ്പോൾ ഈ കേസിൽ ഹൈഡ്രജൻ ആഡ് ചെയ്തുകൊണ്ട് എന്താണ്? NADPH+H+ എന്തായി? NADP ആയി. ഈ H ആണ് ഇവിടെ ആഡ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തത് നോക്കിയേ, അവിടെ നമ്മൾ കണ്ടത് എന്താണ്?
ഹൈഡ്രേഷൻ ആയിരുന്നു. ഇവിടെ എന്താണ് ഹൈഡ്രറ്റേസ് എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ടർ മോളിക്യൂളിനെ റിമൂവ് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു തെറ്റുണ്ട്. ഇവിടെ ഡീഹൈഡ്രറ്റേസ് ആണ് വരുന്നത്. ഓക്കെ, ഹൈഡ്രറ്റേസ് എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യുകയാണ്, ഇവിടെ വാട്ടർ മോളിക്യൂളിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഡീഹൈഡ്രറ്റേസ്. ഓക്കെ, ഡീഹൈഡ്രറ്റേസിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കുന്നു? ഡീഹൈഡ്രറ്റേസിൻ്റെ പ്രസൻസിൽ എന്താണ് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് കളയും, H2O. ഓക്കെ, അപ്പോൾ എന്താണ് വീണ്ടും ഒരു റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ട് എങ്ങനെ വരും? അതായത് ഇവിടുന്ന് ഒരു എച്ചും ഇവിടുന്ന് ഒരു OH ആണ് പോകുന്നത്, HOH ആണ് പോകുന്നത്. അപ്പോൾ എന്താണ് CH ഡബിൾ ബോണ്ട് CH3 എന്ന് പറയും. ഓക്കെ, ആ എൻസൈമാണ് ഇത് 2,3 അൺസാച്ചുറേറ്റഡ് അസൈൽ എൻസൈം. ഓക്കെ, വീണ്ടും എന്താണ് ഈനോയിൽ റിഡക്റ്റേസ്. അവിടെ ഡീഹൈഡ്രോജിനേസ് ഹൈഡ്രേഷൻ ഡീഹൈഡ്രോജിനേഷൻ ആണെന്നു. ഇവിടെ എന്താണ് റിഡക്ഷൻ ഡീഹൈഡ്രറ്റേസ്. ഞാൻ ഈ എൻസൈം ഒന്നുകൂടെ നോക്കിയിട്ട് പറയാം കേട്ടോ, ഹൈഡ്രറ്റേസ് തന്നെയാണോ എന്നുള്ളത്. ഓക്കെ, എന്തായാലും വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്യണേണ് എൻസൈം, എനിക്കൊരു ഡൗട്ട് ഞാൻ നോക്കിയിട്ട് പറയാം. പിന്നെ എന്താണ് റിഡക്റ്റേസ്, അതായത് വീണ്ടും റിഡക്ഷൻ സംഭവിക്കുന്നു, അതായത് 2 ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് NADH NADPH NADP+ ആകുന്നു. അതുപോലെ എന്താണ് 2 ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്തു, അതായത് ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്തു. അപ്പോൾ CH2 CH3. അപ്പോൾ നോക്കിയേ, ആദ്യം സ്റ്റാർട്ട് ചെയ്തേക്കാളും 2 കാർബൺ ആറ്റം ഇവിടെ സോറി തെറ്റിപ്പോയി, 2,3 അൺസാച്ചുറേറ്റഡ് അസൈൽ എൻസൈം ആയിരുന്നു. അതിൽ നിന്ന് എന്താണ് അതിൽ റിഡക്ഷൻ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? NADPH+H+ NADI. അപ്പോൾ എന്താണ് CH2 CH3. അതായത് ഇവിടെ 2 ഹൈഡ്രജൻ ആഡ് ചെയ്തു, CH2 CH2I. ഓക്കെ, അപ്പോൾ നോക്കിയേ, സ്റ്റാർട്ട് ചെയ്ത ഈ എൻസൈമിനേക്കാളും 2 കാർബൺ ആറ്റം കൂടുതലുണ്ട് ഈ ലാസ്റ്റ് കിട്ടുന്ന അസൈൽ എൻസൈം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ റിയാക്ഷൻ നടന്ന് നമുക്ക് ആവശ്യമുള്ള, അതായത് ഓക്സിഡേഷനിൽ നമ്മൾ അറ്റ് എ ടൈം 2 കാർബൺ ആറ്റം റിമൂവ് ചെയ്യലാണ്. അതുപോലെ തന്നെ ഇവിടെ സിന്തസിസിൽ അറ്റ് എ ടൈം 2 കാർബൺ ആറ്റം ആഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പാൽമെറ്റിക് ആസിഡോ അല്ലെങ്കിൽ എത്രയാണോ ആവശ്യമുള്ള അത്രയും സൈക്കിൾസ് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ സിന്തസിസ് നടക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നും കൂടി പറയാം. ഇപ്പോൾ ഫാറ്റി ആസിഡ് സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷന് നേരെ ഓപ്പോസിറ്റാണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സ്. അതെന്ന് പറഞ്ഞൊരു ഡൈമറാണ്. ഇതാണ് അതിൻ്റെ ഒരു മോണോമർ, ഇത് അടുത്ത മോണോമർ. അതിൻ്റെ അകത്ത് നോക്കിയാൽ ACP എന്ന് പറയുന്ന ഒരു 7 എൻസൈംസ് ആണുള്ളത്. ACP എന്ന് പറഞ്ഞാൽ അസൈൽ കാരിയർ പ്രോട്ടീൻ. അതിൽ ഫോസ്ഫോപാൻഡിത്തീൻ്റെ ഗ്രൂപ്പിൽ SHഉം അടുത്ത മോണോമറിലെ കീറ്റോ അസൈൽ സിന്തേസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ SHഉം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഇതൊരു ഡൈമറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. നോക്കിയാൽ ഇവിടെ അതുപോലെ തന്നെ. അപ്പോൾ ഇതൊരു മോണോമർ മൊത്തത്തിൽ ഡൈമർ. ഇതാണ് ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സ്. ഈ എൻസൈമാണ് മെയിനായിട്ടും ഫാറ്റി ആസിഡ് സിന്തസിസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം ഓക്സിഡേഷൻ്റെ സമയത്ത് സംഭവിച്ചത് ആദ്യം എന്താണ് സംഭവിച്ചത്? മെയിനായിട്ടുള്ള നടക്കുന്നതെന്ന് ഹൈഡ്രജനെ റിമൂവ് ചെയ്യും, ഡീഹൈഡ്രോജിനേസ്, പിന്നെ വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്യും, പിന്നെ ഹൈഡ്രജനെ വീണ്ടും റിമൂവ് ചെയ്യും, പിന്നെ തയോളേസ് വഴി അത് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. റിഡക്ഷനാണ് സംഭവിക്കുന്നത്. അതായത് ഹൈഡ്രജൻ ആഡ് ചെയ്യും, പിന്നെ വാട്ടർ മോളിക്യൂളിനെ റിമൂവ് ചെയ്യും, പിന്നെ ഹൈഡ്രജൻ ആഡ് ചെയ്യും. അതായത് ഓക്സിഡേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ നടക്കുന്നത്, സിന്തസിസിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസ്റ്റൈൽ കോയെ കാർബോക്സിലേസ് വഴി മലോണിയൽ കോയെ ഒരു CO2 ആഡ് ചെയ്തു, മലോണിയൽ കോയയായി. അതിൻ്റെ ഒപ്പം തന്നെ നോക്കിക്കേ, അസറ്റൈൽ ട്രാൻസസിലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ എൻസൈംസിൻ്റെ പ്രസൻസിൽ ഇതും ഈ എൻസൈമും കൂടി കമ്പൈൻ ചെയ്ത് വരും. അതിൻ്റെ ഒപ്പം തന്നെ ഈ അസ്റ്റൈൽ കോയ ഒരു മലോണിയൽ കോയായിട്ട് കമ്പൈൻ ചെയ്തിട്ടും മലോണിയൽ ട്രാൻസസൈലേസ്, അതായത് ഈ 2 എൻസൈമിൻ്റെ ആക്ഷൻ വഴി എന്ത് ഫോം ചെയ്യുന്നു? ഒരു അസൈൽ മലോണിയൽ എൻസൈം ഫോം ചെയ്യുന്നു. അതായത് അസ്റ്റൈൽ കോയെ ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സിൻ്റെ ഫോമിൽ വരും. അതിൻ്റെ ഒപ്പം തന്നെ അസ്റ്റൈൽ കോയയിൽ നിന്ന് മലോണിയൽ കോയ ഉണ്ടാവും. എന്നിട്ട് ഈ മലോണിയൽ കോയെ മലോണിയൽ ട്രാൻസസൈലേസും ൻ്റെ ആക്ഷനും അസ്റ്റൈൽ ട്രാൻസസൈലേസും വഴി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് മൊത്തം ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അതായത് അസൈൽ മലോണിയൽ എൻസൈം. ക്ലിയർ ആയോ? ഇത് വേറൊന്നുമില്ല, ഇതാ കോംപ്ലക്സ്, അതായത് എൻസൈം കോംപ്ലക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫോമാണ് ഇതും അസ്റ്റൈൽ കോയയും മലോണിയൽ കോയയും ഇതും എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് അസൈൽ ഗ്രൂപ്പും ഉണ്ട്, മലോണിയൽ ഗ്രൂപ്പും ഉണ്ട്. അസൈൽ മലോണിയൽ എൻസൈം. പിന്നെ അടുത്ത് നോക്കിയേ, 3 കീറ്റോ അസൈൽ സിന്തേസ്. ഈ എൻസൈംസിൻ്റെ പ്രസൻസിൽ ഒരു CO2 പോകും. ഒരു CO2 പോയി കഴിഞ്ഞിട്ട് ഈ ഗ്രൂപ്പ് താഴത്തേക്ക് വരും. അവിടെ ഒരു റീഅറേഞ്ച്മെൻറ്റ് മാത്രമേ നടക്കുന്നുള്ളൂ. അതായത് ഈ ഗ്രൂപ്പ് താഴത്തേക്ക് വരും. അങ്ങനെ കിട്ടുന്ന എൻസൈമാണ് 3 കീറ്റോ അസൈൽ എൻസൈം.
ഓക്കെ, ഇനി അടുത്തത് എന്താണ്? റിഡക്ഷൻ സംഭവിക്കുകയാണ്. 3 കീറ്റോ അസൈൽ റിഡക്ടേഴ്സ്. അപ്പോൾ എന്താണ്? NADPH + H + NADP+ ആവും. മറ്റേ ഡീഹൈഡ്രോജനേഷനാണ് നടക്കണമെങ്കിലോ NADP + NADPH + H+ ആവും. ഇവിടെ നേരെ റിവേഴ്സ് കണ്ടീഷനാണ്. അപ്പോൾ റിഡക്ഷൻ സംഭവിച്ചു, 2 ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്തു. ഇവിടെയാണ് 2 ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്തത്. അപ്പോൾ നോക്കിക്കേ, CH2 CHOH CH3 ആയി. അതിനാണ് 3 ഹൈഡ്രോക്സി അസൈൽ എൻസൈം. പിന്നെ എന്താണ്? ഇവിടെ ഒരു വാട്ടർ മോളിക്യൂൾ പോകുന്നു. ഈ എൻസൈം ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം, ഹൈഡ്രറ്റേസ് തന്നെയാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഒരു വാട്ടർ മോളിക്യൂൾ പോകുന്നു. അപ്പോൾ എന്താണ്? ആ വാട്ടർ മോളിക്യൂൾ എവിടെ നിന്നാണ് പോയത്? ഇവിടെ നിന്നാണ് പോയത്. അപ്പോൾ എന്തായി? CH, ഒരു H ഇവിടെ നിന്നാണ് പോയത്. അപ്പോൾ CH ആയി ഡബിൾ ബോണ്ട്, CH, ഈ OHും പോയി, CH അതാണ് ഇത് 2,3 അൺസാച്ചുറേറ്റഡ് അസൈൽ എൻസൈം. ഓക്കെ, ഇനി വീണ്ടും എന്താണ്? അപ്പോൾ റിഡക്ഷൻ, ഡീഹൈഡ്രേഷൻ, വീണ്ടും റിഡക്ഷൻ. അവിടെ എന്താണ്? NADPH + H NADP+ ആകും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? റിഡക്ഷൻ സംഭവിക്കുമ്പോൾ വീണ്ടും 2 ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്യുന്നു. ഇവിടെയാണ് ആ 2 ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്യുന്നത്. അപ്പോൾ CH2 ഡബിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട് CH എങ്ങനെയാവും? CH2 CH3 ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാളും 2 കാർബൺ ആറ്റം കൂടുതലായിരിക്കും നമുക്ക് ഫൈനലായിട്ട് കിട്ടണേ. അതായത് 2 കാർബൺ ആറ്റം വെച്ചിട്ടാണ് സിന്തസിസ് നടക്കണേ. ഓക്സിഡേഷൻ അതുപോലെ തന്നെയായിരുന്നു. 2 കാർബൺ ആറ്റം വെച്ച് എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. ഇവിടെ 2 കാർബൺ ആറ്റം വെച്ച് സിന്തസിസ് നടക്കുന്നു. അങ്ങനെ നമുക്ക് അസൈൽ എൻസൈം എന്ന് പറഞ്ഞാൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത എൻസൈമിനേക്കാളും 2 കാർബൺ ആറ്റം കൂടുതൽ കാണും. അങ്ങനെ എന്താണ്? ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ 1 to 4, അതായത് 1 to 4 ഈ സ്റ്റെപ്പ് ഇങ്ങനെ സെവറൽ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള എത്രത്തോളം കാർബൺ ആറ്റം ആവശ്യമുള്ള ഫാറ്റി ആസിഡ് സിന്തസിസ് ചെയ്യണോ അത്രത്തോളം ഫാറ്റി ആസിഡിനത് സിന്തസിസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? വേറൊന്നുമില്ല, മെയിൻ എൻസൈം എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സ് ആണ്. ആ എൻസൈമിൻ്റെ പ്രസൻസിലാണ് സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ എന്താണ്? അതും അസ്റ്റൈൽ കോയയും പിന്നെ മലോണിയൽ കോയയും കൂടി കമ്പൈൻ ചെയ്ത് ആദ്യം കിട്ടുന്നു. പിന്നെ എന്താണ്? അതിലൊരു റീഅറേഞ്ച്മെൻറ്റ് നടന്ന് 3 കീറ്റോ അസൈൽ എൻസൈം ആവുന്നു. പിന്നെ എന്താണ്? റിഡക്ഷൻ, വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്യുന്നു, വീണ്ടും റിഡക്ഷൻ. ഓക്കെ, അങ്ങനെ ഫൈനലായിട്ട് കിട്ടുമ്പോൾ എന്താണ്? 2 കാർബൺ ആറ്റം ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്തേക്കാളും 2 കാർബൺ ആറ്റം കൂടുതൽ കാണും. ഓക്കെ, ആ പ്രോസസ്സിങ്ങിനെ ആ 1 to 4 സ്റ്റെപ്പ്, അതായത് ഈ 1 to 4 സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കാർബൺ ആറ്റമുള്ള ഫാറ്റി ആസിഡ്സിനെ സിന്തസൈസ് ചെയ്ത് എടുക്കുന്നു. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് മെയിനായിട്ടും ഫാറ്റി ആസിഡ് സിന്തസിസ് എന്ന് പറയുന്നത്. ഇത് സംവാട്ട് ഓക്സിഡേഷൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്സിഡേഷനിൽ 2 കാർബൺ ആറ്റം വെച്ച് എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. ഇവിടെ 2 കാർബൺ ആറ്റം വെച്ച് ഇൻടേക്ക് ചെയ്താണ് സിന്തസിസ് നടക്കുന്നത്. അതുപോലെ അവിടെ ഡീഹൈഡ്രോജിനേസ് എന്ന് പറഞ്ഞ എൻസൈം, അതായത് ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്നു, വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്യുന്നു, വീണ്ടും ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്നു. ഇവിടെയോ റിഡക്ടേഴ്സ്, അതായത് ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നു, വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്യുന്നു, ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ ആ 3 സ്റ്റെപ്പ് നേരെ ഓപ്പോസിറ്റാണ്. പിന്നെ ആദ്യം ഇവിടെ അസ്റ്റൈൽ കോയയും മലോണിയൽ കോയയും കൂടി കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നു. പിന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കാളും 2 കാർബൺ ആറ്റം കൂടുതലായിരിക്കും ഇവിടെ. ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് ഫാറ്റി ആസിഡ് സിന്തസിസ് നടക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ.